ജ്യോതിഷ സംബന്ധമായ ഒരല്പം നേരം നമുക്ക് ഇനി ലേഡീസ് അവറിൽ കാണാം പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്ര അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദശാകാലമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അത് മുഴുവനാക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി സാർ. അപ്പോൾ ദശാകാലം നമ്മൾ മുമ്പ് പറഞ്ഞത് കേതു ദശ കാലഘട്ടമാണ്. അത് 7 വർഷം എന്ന് പറഞ്ഞു. അതപ്പോൾ നക്ഷത്രം മാത്രം അറിയും, ജനിച്ച സമയം അറിയില്ലാത്ത ഒരാൾക്ക് ആ നക്ഷത്ര ദശാകാലത്തിൻ്റെ പകുതിയായിട്ട് കൂട്ടുന്നു. അങ്ങനെ 3.5 വർഷം കിട്ടുന്നു. അടുത്തത് വരുന്നത് ശുക്രദശ കാലഘട്ടമാണ്. അപ്പോൾ ഭരണി, പൂരം, പൂരാടം ഇതാണ് അതിൻ്റെ നക്ഷത്രങ്ങൾ. അപ്പോൾ ഭരണിയുടെ അനുജന്മ നക്ഷത്രങ്ങളാണ് പൂരവും പൂരാടവും. അതേപോലെ പൂരത്തിൻ്റെ പൂരാടവും ഭരണിയും, പൂരാടത്തിൻ്റെ ഭരണിയും പൂരവും. അപ്പോൾ ഈ നക്ഷത്രങ്ങളിൽ 3-ൽ ഏത് വന്നാലും അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളാണ് മറ്റുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഭരണി, പൂരം, പൂരാടം എന്ന് പറയുന്നതാണ് ശുക്രദശ കാലഘട്ടത്തിൻ്റെ ആ 3 നക്ഷത്രങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ശുക്രദശ എന്ന് പറയുന്നത് 20 വർഷ കാലഘട്ടമാണ് അതിൻ്റെ കാലയളവ്. അപ്പോൾ 20 വർഷ കാലയളവ് എന്ന് പറയുമ്പോൾ ഒരു ജീവിതത്തിൽ നല്ലൊരു സുദീർഘമായൊരു കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ ദശാകാലമുള്ളത് ശുക്രദശ കാലഘട്ടമാണ്. അപ്പോൾ ശുക്രദശ കാലഘട്ടം പൊതുവേ ആചാര്യന്മാർ, ജ്യോത്സ്യന്മാർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശുക്രദശ വന്നു കഴിയുമ്പോൾ എല്ലാ സമ്പത്തും വരും, ശുക്രനടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ശുക്രദശ എന്ന് പറയുന്നത് നമുക്ക് വിവാഹിതരാവാൻ പോകുന്ന ദമ്പതികൾക്ക് അല്ലെങ്കിൽ വിവാഹിതരായി കഴിയുന്ന ദമ്പതികൾക്ക് മാത്രമേ ഇതുകൊണ്ട് ഗുണപ്രദമായൊരു കാലഘട്ടമുള്ളൂ. കാരണം ശുക്രദശ ദാമ്പത്യ സുഖത്തിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അതായത് പഴയ ഒരു പ്രമാണം പറയുന്നത് തന്നെ വയറ് വിശന്നാലും അര വിശക്കില്ല എന്നാണ് ഇതിൻ്റെ ഒരു പ്രമാണം കിടക്കുന്നത്. അപ്പോൾ വയസ്സാം കാലത്താണ് ഈ ശുക്രദശ വരുന്നതെങ്കിൽ വളരെ അരിഷ്ടതയായ ഒരു കാലഘട്ടമായിരിക്കും. അതായത് ധനം ഈ കാലഘട്ടത്തിൽ വളരെ ലഭ്യമാകുമെന്നും ആരും ധരിക്കേണ്ട. ശുക്രദശ എന്ന് പറഞ്ഞാൽ ദാമ്പത്യ സുഖം മാത്രമാണ് അതിൻ്റെ ഹേതുവായിട്ട് വരുള്ളൂ. ദേവിയാണ് അതിൻ്റെ അതിദേവത. അതേപോലെ ഗണപതിയും അതിദേവനായിട്ട് വരുന്നുണ്ട്. എന്നാലും പ്രാധാന്യം കൊടുക്കുന്നത് ദേവിക്ക് തന്നെയാണ്. പിന്നെ ധർമ്മദൈവത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ശുക്രദശ കാലഘട്ടം. അപ്പോൾ ശുക്രദശ 20 വർഷം കടന്നു പോകുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് കടന്നു പോകുന്നത് ധർമ്മദൈവത്തിന് തന്നെയാണ്. അപ്പോൾ ധർമ്മദൈവ ബന്ധമില്ലാത്തവർക്ക് ശുക്രദശയാണ് കടക്കുന്നതെങ്കിൽ ഏറ്റവും അരിഷ്ടതയുടെ കൂടെ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാലഘട്ടമാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നക്ഷത്രം അറിഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മളുടെ ധർമ്മദൈവത്തിനെയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ തന്നെ ധർമ്മദൈവ ചിന്തയിലേക്ക് വരുമ്പോൾ പലർക്കും തെറ്റുകൾ പറ്റുന്നുണ്ട്. കാരണം ധർമ്മദൈവം എന്ന് പറയുമ്പോൾ പലയിടത്തും നമ്മൾ മുമ്പ് പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്. കാരണം ആലപ്പുഴ മുതൽ തെക്കോട്ട് വരുമ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാ ജില്ലകളിലും അമ്മ വഴിക്കാണ് ധർമ്മദൈവത്തെ ചിന്തിക്കുന്നത്. അതേപോലെ തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് ഉള്ള ജില്ലകളിലേക്ക് പോകുമ്പോൾ വടക്കോട്ട് പോകുമ്പോഴും അമ്മ വഴിക്കാണ് ധർമ്മദൈവത്തെ ചിന്തിക്കുന്നത്. മധ്യ കേരളത്തിൽ മാത്രമാണ് അച്ഛൻ വഴിക്ക് ചിന്തിക്കുന്നത്. അതും നമ്പൂതിരി സമുദായം മാത്രം അച്ഛൻ വഴി ചിന്തിക്കുന്നു. പിന്നോക്ക വിഭാഗങ്ങളും അച്ഛൻ വഴി ചിന്തിക്കുന്നു. അതിൻ്റെ ഇടയിൽ കിടക്കുന്ന നായർ സമുദായം മുതൽ ക്ഷത്രിയ വരെ ഉള്ളവരെല്ലാം അമ്മ വഴി ചിന്തിക്കുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ശിവനും അമ്മ പാർവതിയും എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് ധർമ്മദൈവ ചിന്ത വരുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, അച്ഛൻ ശിവനും അമ്മ പാർവതി എന്ന് പറയുമ്പോൾ ശിവൻ വരുമ്പോൾ പാർവതി കൂടെ വരും, പാർവതി വരുമ്പോൾ ശിവൻ കൂടെ വരില്ല. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത് അച്ഛൻ്റെ വഴി തന്നെ വേണം ധർമ്മദൈവത്തിനെ ചിന്തിക്കാൻ. അപ്പോൾ പലരും ഇത് ഞങ്ങൾ അമ്മ വഴിക്കേ പോവുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് സഹതപിക്കാനേ സാധിക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവരങ്ങനെ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട ആ ഒരു സുഖങ്ങളുണ്ട്. അതായത് യഥാർത്ഥ ധർമ്മദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളവിടെ വഴിപാട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല്, നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും അവർക്ക് അനുഭവിക്കാൻ പറ്റാതെ പോകും. അത് മുമ്പ് പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ ചെളിവെള്ളത്തിലാണ് കുളിച്ച് വന്ന ഒരാളും ശുദ്ധജലത്തിൽ കുളിച്ചു വന്ന ഒരാളും, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സംസ്കാരത്തിൽ ജീവിച്ചു വന്ന ഒരാളും അല്ലാത്ത രീതിയിൽ ജീവിച്ചു വന്ന ഒരാളും, ആ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും. നമുക്ക് അർഹമായത് എന്താണോ അതെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ധർമ്മദൈവത്തിൻ്റെ അരികിൽ ചെന്നാൽ മാത്രമേ ഈ ധർമ്മദൈവം നമ്മളിലേക്ക് പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. ഇല്ലാത്തടത്തോളം ഈ ശുക്രദശ കാലഘട്ടം
കൂടുതൽ അരിഷ്ടതയിലേക്ക് കടന്നു പോകും. അതും 20 വർഷ കാലഘട്ടമാണ്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും ഇപ്പോൾ 3.5 വയസ്സായ കുട്ടിക്ക് 23.5 വയസ്സ് വരെ. അപ്പോൾ 23.5 വയസ്സെന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടമാണ്, ബ്രഹ്മചര്യ കാലഘട്ടമാണ്. നമ്മുടെ ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങളെ 4ആയിട്ട് ഭാഗിക്കുമ്പോൾ ബ്രഹ്മചര്യം, പിന്നെ ഗൃഹസ്ഥാശ്രമം, പിന്നെ വാനപ്രസ്ഥം, സന്യാസാശ്രമം, അങ്ങനെ 4 ആശ്രമങ്ങളാണ് നമുക്ക് പൂർവികരായിട്ട് നമുക്ക് അത് ഗണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ 25 വർഷം വെച്ച് അങ്ങനെ കണക്കൂട്ടി പോകുമ്പോൾ തന്നെ 23.5 വയസ്സ് വരെയുള്ള ഈ ബ്രഹ്മചര്യ കാലഘട്ടം എന്ന് പറയുന്ന വിദ്യാഭ്യാസ കാലഘട്ടം ധർമ്മദൈവത്തിൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ സമ്പൂർണ്ണമായിട്ട് വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. ധർമ്മദൈവത്തിൻ്റെ പിന്തുണ ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. അതായത് ഒരു പുതിയ വണ്ടി വാങ്ങിയിട്ട് നല്ല സ്മൂത്തിൽ വണ്ടി ഓടിക്കുന്നതും ഒരു പഴയ ലൊക്കടാച്ചി വണ്ടി വാങ്ങിയിട്ട് ഓടിപ്പോകുമ്പോൾ അതിൽ വരുന്ന ദുരിതങ്ങളും അതേപോലെയുള്ള ഫീലായിരിക്കും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പോൾ ധർമ്മദൈവം എന്ന് പറയുന്നത് അത്ര കണ്ട് അത്യന്താപേക്ഷിതമാണെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരും ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നുണ്ട്. പലർക്കും ഈ ധർമ്മദൈവം എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ജ്യോത്സ്യന്മാർ വരെയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ധർമ്മദൈവത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. കാരണം നവോത്ഥാന കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് കമ്മ്യൂണിസത്തിലേക്ക് പോയൊരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് കുറേ അപജയങ്ങൾ നമ്മളുടെ ധർമ്മദേവതാ സങ്കല്പങ്ങൾക്കൊക്കെ സംഭവിച്ചു പോയത്. കാരണം ആ കാലഘട്ടങ്ങളിലൊക്കെ ഭവനങ്ങളിൽ തന്നെ മുൻകാലങ്ങളിൽ നമ്പൂതിരി സമുദായത്തിന് മാത്രമേ ക്ഷേത്രബന്ധങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് ചെല്ലാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല, അകത്ത് കയറാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. പുറത്ത് എത്ര ഉന്നത ജാതിയാണ് എൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, പുറത്തുനിന്ന് വീഴുന്ന ആ സെറ്റപ്പ് വരെയൊക്കെ ഉണ്ടായുള്ളൂ. പിന്നീടാണ് ഇത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം അവനവൻ്റെ ഭവനങ്ങളിലുണ്ടായിരുന്ന പതി, കുര്യാല, പട്ടാല അങ്ങനെയുള്ള മൂർത്തികളൊക്കെ ആവാഹിച്ച് അതാ ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ച് അങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങളുമായിട്ട് പിന്നീട് ബന്ധം വരികയും പിന്നെ പല കുലങ്ങളിലും അവരവർ തന്നെ ഈ ഉണ്ടായ ചൈതന്യങ്ങളൊക്കെ ആവാഹിച്ച് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്ത ഒരു രീതിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ധർമ്മദൈവത്തിൻ്റെ കാര്യത്തിൽ പ്രാധാന്യം കാണിക്കണം. അപ്പോൾ നമ്മളുടെ അടുത്തൊക്കെ പൂജയ്ക്ക് വരുമ്പോൾ നമുക്ക് ധർമ്മദൈവത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ നിബന്ധനകൾ വയ്ക്കുന്നതിൽ ഒരു വലിയ നിബന്ധനയാണ് ധർമ്മദൈവത്തിനെ കണ്ടെത്തണം, അവിടെ പരിഹാരം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ചിലർ തന്നെ ഈ ധർമ്മദൈവത്തിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ദേവപ്രശ്നമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവസാനം അവർ വേണ്ടാത്ത രീതിയിൽ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കിക്കും. ഈ അമ്പലം ഉണ്ടാക്കുന്ന പറയുമ്പോൾ ധർമ്മദൈവമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, അത് പിന്നീട് ഒരു ബാധ്യതയാവും. അപ്പോൾ അങ്ങനെ വന്ന് ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മൾ ആവാഹിച്ച് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിനെ കൊണ്ട് നടക്കണം. കാരണം ക്ഷേത്രം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ആവേശത്തിന് നമ്മളെ കൊണ്ടൊക്കെ എളുപ്പമായിട്ട് സാധിക്കും. പിന്നീട് കുറേ ആളുകളൊക്കെ പിന്നോട്ട് വലിയും. അപ്പോൾ അങ്ങനെ പിന്നോട്ട് വലിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അവിടെ എണ്ണ കത്തിക്കാൻ പോലുള്ള പൈസ ഉണ്ടാവില്ല. അപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ശബരിമലയിൽ വരുമാനം കുറയുന്നതനുസരിച്ച് അതിനോടനുബന്ധിച്ച് 1249 ക്ഷേത്രങ്ങളിൽ ഈ വരുമാനം പ്രതീക്ഷിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ അവിടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും സാധിക്കില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ക്ഷേത്രമൊക്കെ ഉണ്ടാക്കണമെന്ന് ആരെങ്കിലും പ്രശ്നം വെച്ചൊക്കെ കാണിക്കുമ്പോൾ അത് പലവട്ടം ആലോചിച്ച് പല യോഗങ്ങൾ കൂടിയതിന് ശേഷം മാത്രമേ പല ആചാര്യന്മാരെ കണ്ടിട്ട് ഇത് തന്നെയാണോ, ഇത് ഞങ്ങളുടെ ധർമ്മദൈവത്തിനെ തന്നെയാണോ പ്രതീക്ഷിക്കാൻ പോകുന്നത്, അതല്ല വേറെ ഏതെങ്കിലും ചൈതന്യത്തിൽ കുടിയിരിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ രീതിയിലേക്ക് ഒരു ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് ധർമ്മദൈവ ചിന്തയായാലും നമ്മുടെ കുലം കാക്കാൻ വരുന്നതാണ് ധർമ്മദൈവം. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം. മറാഠ രാജവംശത്തിന്റെ അധികാരിയായിരുന്ന ഛത്രപതി ശിവജിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിച്ചു തുടങ്ങിയത്. ഒപ്പം ചോറ്റാനിക്കര മകം എന്ന് പറയുന്ന മലയാളികൾക്കും ഹൈന്ദവ വിശ്വാസികൾക്കും പരിചിതമായ മറ്റൊരു വിശിഷ്ട പ്രക്രിയ അല്ലെങ്കിൽ ആചാരം കൂടി നടക്കുന്ന ഒരു ദിവസമാണ്. ഇങ്ങനെ പുണ്യമാസമായിട്ടും അല്ലെങ്കിൽ പുണ്യങ്ങൾ കൊണ്ടും ഒപ്പം തന്നെ ധീര കഥകൾ കൊണ്ടും നിറഞ്ഞ ഒരു ദിവസമാണ് ഫെബ്രുവരി ഇന്നേ ദിവസം. അതെ, ഛത്രപതി ശിവജിയുടെ ജനന ദിവസം ശരിക്കും പറഞ്ഞാൽ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഫെബ്രുവരി 19 ഒരു ദിവസം എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളോടുള്ള അനീതിക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയിൽ ഒത്തിരി അധികം ഭക്തി അർപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളോടുള്ള അനീതി ഒട്ടും തന്നെ വച്ച് പൊറിപ്പിക്കാത്ത, ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അധികം ഡിസിപ്ലിൻ കണ്ടിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം ഒട്ടും സെക്യുലർ അല്ല, ബാക്കിയുള്ള മതങ്ങളെ സ്വീകരിക്കാത്ത ഒരാളാണ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ റൂമേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം അത് ആ സമയത്ത് മുഗൾ എംപയർ
ആയിരുന്നു ഏറ്റവും അധികം ഇദ്ദേഹവുമായി പാഠപൊരുതി നിന്നിരുന്നത്. എപ്പോഴും ഒരു പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എത്തുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരുപക്ഷെ ആരും പെർഫെക്റ്റ് അല്ല, ആരും പൂർണ്ണരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ന്യൂനതകൾ എല്ലാവരിലും ഉണ്ടാകാം. അത്തരം ന്യൂനതകൾ വലിയ പ്രശ്നങ്ങളായി കണ്ടെത്താതെ അത്തരം ന്യൂനതകൾക്ക് നമുക്ക് തൽക്കാലത്തേക്ക് കണ്ണടയ്ക്കാം. അദ്ദേഹം ചെയ്ത അല്ലെങ്കിൽ ഓരോരുത്തരും ചെയ്യുന്ന മഹത്തായ മികച്ച പ്രവർത്തനങ്ങളെ നമുക്ക് അഭിനന്ദിക്കാം. അതിലൂടെ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് അവർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകാം. അതെ, അങ്ങനെ 16th സെഞ്ച്വറിയിലേക്ക് ഒരു ചെറിയ തിരിഞ്ഞുനോട്ടമായിരുന്നു ഛത്രപതി ശിവജിയുടെ ജീവിതത്തിലെ ചെറിയ ഏടുകൾ നമ്മൾ ഇന്ന് എടുത്ത് വായിക്കുകയായിരുന്നു. എന്തായാലും ഇത്തരം വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കാണും. അതുവരെ നന്ദി, നമസ്കാരം.